സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സിനിമാ നടൻ മമ്മൂട്ടിയെക്കുറിച്ചാണ്. വയനാട്ടിൽ പോയ മമ്മൂട്ടിയെക്കുറിച്ച്. മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി പണ്ട് മുതലേ അഹങ്കാരിയും സംസ്കാരശൂന്യനുമാണെന്ന് ആൾക്കാർ പൊതുവെ പറയാറുണ്ട്. അതിപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി. മമ്മൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിനോട് പോലും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാത്ത ആളാണ് മമ്മൂട്ടി. നസീർ സാറ് സംസ്കാര സമ്പന്നനായതുകൊണ്ട് ആരെന്ത് വിവരമില്ലായ്മ പറഞ്ഞാലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് തള്ളിക്കളിയും. അതിനൊന്നും മറുപടി വരാൻ നിൽക്കില്ല. ഈ മമ്മൂട്ടിനെ പോലത്തെ ആളിൽ എന്തെങ്കിലും സംസ്കാര ശൂന്യമായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ തന്നെ നസീർ സാർ അതിനൊന്നും മറുപടി കൊടുക്കില്ല. അതെല്ലാം ചവറ്റുകൊട്ടയിലിടുകയും. അപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഇപ്പോൾ വയനാട്ടിലുള്ളൊരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോട് മോശമായി പെരുമാറിയതിനെ കുറിച്ചാണ് പറയുന്നത്. മമ്മൂട്ടി അദ്ദേഹത്തോട് ഉച്ചത്തോട് സംസാരിച്ചത് സിനിമാ ഫീൽഡിലെ ലൈറ്റ് ബോയോട് സംസാരിക്കുന്ന പോലെയാണ് ഈ പാർട്ടി സെക്രട്ടറിയോട് സംസാരിച്ചത്. നിങ്ങളെന്തിനാ എപ്പോഴും എൻ്റെ കൂടെ വരുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഇത്ര പേടിയുള്ള ആളെന്തിനാണ് പിന്നെ ആ പാർട്ടിയിൽ നിൽക്കുന്നത്? മമ്മൂട്ടി അയാളോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ പിന്നാലെ എപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ പാർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. പിന്നെ ഒരു പാർട്ടിയിലുള്ള ആൾ തന്നെയല്ലേ, പാർട്ടി അനുഭാവിയല്ലേ മമ്മൂട്ടി. ഒരു പാർട്ടിയിൽ അനുഭാവിയാകുമ്പോൾ ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതെന്ന് വിചാരിച്ചാൽ തന്നെ എന്താണ് അല്ലെങ്കിൽ പിന്നെ ഇത്ര പേടിയുള്ള ആളെന്തിന് പിന്നെ പാർട്ടിയിൽ നിൽക്കുന്ന, ആ പാർട്ടി അനുഭാവിയായിട്ട് നിൽക്കുന്ന അതിൽ വിട്ടിട്ട് പോകണ്ടേ? എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് ഇപ്പോൾ പിണറായി വിജയൻ ഇതിനിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിണറായി വിജയൻ്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അമൃതംഗമയാണ് മോഹൻലാലിൻ്റെ. അത് മമ്മൂട്ടിക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. വടക്കം വീരഗാഥയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ഇപ്പോൾ ഈ റഫീഖ് എന്ന് പറഞ്ഞ ആളോട് ചൂടാവുകയും ചെയ്യില്ല. ഇത് മമ്മൂട്ടി പാർട്ടിയോട് മമ്മൂട്ടിക്ക് ഇപ്പോൾ ദേഷ്യത്തിലാണ് ഉള്ളത്. കാരണം മോഹൻലാലിൻ്റെ പടമാണ് പിണറായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് ഇതിനിടയ്ക്ക് പറഞ്ഞല്ലോ. അതായിരിക്കും കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളോട് നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ നടക്കുന്നത് പരസ്യമായി ചോദിക്കൂലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സ്വകാര്യം വിളിച്ചിട്ട് പറയാം എൻ്റെ പിന്നാലെ വരേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം വിചാരിക്കും ഞാൻ നിങ്ങളെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടാന്ന് വിചാരിക്കും. അതുകൊണ്ട് സോറി, നിങ്ങൾ കുറച്ച് സമയത്തേക്ക് എൻ്റെ കൂടെ വരണ്ട അങ്ങനെ പറഞ്ഞാൽ മതി. ഇത് നിങ്ങളെന്തിനാ എൻ്റെ കൂടെ വരുന്നത്? ഓക്കെ.